ഇന്നത്തെ ഒരു വീഡിയോയിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുട്ടികൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ചേച്ചിയുടെ കോളേജിൻ്റെ റിവ്യൂ ചെയ്യാമോ എന്നുള്ളത്. ഓക്കെ, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കുറേ നാളായിട്ട് ഇങ്ങനെ പിള്ളേർ ചോദിക്കുന്നുണ്ട് റിവ്യൂ ചെയ്യുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള സാഹചര്യം അതുപോലെ ടൈം ഒന്നും കിട്ടുന്നില്ലായിരുന്നു. കാരണം നമ്മളിവിടെ പഠിക്കുമ്പം പല കാര്യങ്ങളും നോക്കിയിട്ട് വേണമല്ലോ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പം ആ ഒരു സാഹചര്യം കിട്ടി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. അപ്പം നിങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തരാം. ഇനി ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചെയ്തൊരു വീഡിയോ കാരണം ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം എന്നോട് അവർ കംപ്ലയിൻസ് ഒക്കെ പറയാറുണ്ട്, ചേച്ചിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ കോളേജിലേക്ക് വന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ഇനിയിപ്പോൾ നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയില്ല. കാരണം ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും 4th ഇയർ ഉള്ള എക്സ്പീരിയൻസും പലതായിരിക്കുമല്ലോ, അല്ലെ രണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ആ ഒരു ബാക്കിലേക്ക് ആ ഒരു വീഡിയോ കാണാൻ പോകണമെന്ന് ഞാൻ പറയില്ല. ഒത്തിരി വലിച്ചെടുക്കൊണ്ട് പോകുന്നില്ല, നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാരും ചോദിക്കണത് കോളേജ് റിവ്യൂ ചെയ്യണം, അതുപോലെ ഹോസ്റ്റൽ റിവ്യൂ ചെയ്യണം. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ലെങ്ത് ആയി പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു കോളേജിന്റെ ഒരു വീഡിയോ ദെൻ ഒരു ഹോസ്റ്റൽ വീഡിയോ അങ്ങനെ ചെയ്യാമെന്ന്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ ഏത് കോളേജിലാണ് പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ലെങ്ത് വിട്ടപ്പോഴും പറഞ്ഞായിരുന്നു ഞാൻ മാ ബസീലിയസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോതമംഗലം ഇവിടെയാണ് പഠിക്കുന്നത്. പിന്നെയുള്ള ചോദ്യമാണ്, കോളേജ് സ്ട്രിക്റ്റ് ആണോ? കോളേജ് സ്ട്രിക്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മീൻസ് സ്ട്രിക്റ്റ് ആവേണ്ടടുത്ത് സ്ട്രിക്റ്റ് ആണ്, സ്ട്രിക്റ്റ് അല്ലാതിരിക്കേണ്ടടുത്ത് സ്ട്രിക്റ്റ് അല്ല. ആ ഒരു ഇതിലാണ് പോണത്. പിന്നെ ഇപ്പം എൻ്റെ ഒരു വേറൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി പറയായിരിക്കും ഇത് ഭയങ്കര സ്ട്രിക്റ്റ് കോളേജാണ്, അങ്ങനെ പറയുമ്പോൾ അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. കേരളത്തിൽ നഴ്സിംഗ് പഠിക്കാൻ വരുന്ന മിക്കവരുടെ ഉള്ളൊരു ചോദ്യമാണ്, ആ കോളേജിൽ സിസ്റ്റേഴ്സ് ഉണ്ടോ? ഓക്കെ, അതൊരു കോമൺ ചോദ്യമാണ്. ഇവിടെ സിസ്റ്റേഴ്സ് അല്ല നമ്മളെ പഠിപ്പിക്കുന്നതും ഒന്നും നമ്മുടെ സിസ്റ്റേഴ്സ് അല്ല. ഇവിടെ ആകെ GNM ഒരു സിസ്റ്റർ ഉണ്ട്, ആ ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ. മീൻസ് ഇവിടെ വന്നപ്പോൾ ഞാൻ ആ ഒരു സിസ്റ്ററിനെ മാത്രമേ കാണിക്കുള്ളൂ. മെയിൻ ചോദ്യം, കോളേജിൽ ഫോൺ പറ്റുമോ? കോളേജിൽ ഫോൺ പറ്റില്ല, തീർത്ത് പറഞ്ഞേക്കാം, കോളേജിൽ ഫോൺ പറ്റില്ല. പിന്നെ നമ്മൾ പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ട് എടുക്കാമെങ്കിൽ എടുക്കാം. പിന്നെ പരിപാടിയൊക്കെ വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എടുക്കാം. അല്ലാണ്ട് ക്ലാസ്സിൽ ഫോൺ പറ്റില്ല. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അത്ര പ്രസക്തി ഇല്ലാത്തൊരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം കോളേജിൽ യൂണിഫോം ഇടണോ? കോളേജിൽ യൂണിഫോം എത്ര ദിവസം ഇടണം? മീൻസ് എല്ലാ ദിവസവും കോളേജിൽ യൂണിഫോം ആണോ? അതുപോലെ ഏതാണ് യൂണിഫോം? ഇത്ര ഒരു ചോദ്യമായിട്ട് വന്നേക്കണത്. അന്ന് പറയുമ്പോൾ നമുക്ക് കോളേജിലെ എല്ലാ ബാച്ചിനും ഡിഫറെൻറ്റ് യൂണിഫോം ആട്ടോ. നമ്മുടെ കോളേജിൽ വരുമ്പോഴാണ് അവരാണ് ഓരോ ബാച്ചിന് ഏത് യൂണിഫോം എന്നുള്ളത് തീരുമാനിക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും യൂണിഫോം ഇടണം, ശനിയാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നമ്മൾ യൂണിഫോമാണ് ഇടുന്നത്. പിന്നെ എല്ലാവർക്കും വരാവുന്ന ഒരു ചോദ്യമാണ്, ലൈക്ക് നമ്മുടെ പഠിപ്പീര് എങ്ങനെയുണ്ട്, ടീച്ചേഴ്സ് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ എങ്ങനെയുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയാം പഠിക്കാൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം പറയാം. പഠിക്കാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നഴ്സിങ്ങിന് ഇപ്പോൾ നമ്മൾ വിചാരിച്ചുകൊണ്ട് വരില്ല, ആർട്സ് കോളേജിൽ ആ ഒരു രീതിയിലൊക്കെ നമ്മളിങ്ങനെ ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാം, സെറ്റപ്പാണ്, സൂപ്പറാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിൽ നിന്ന് അങ്ങ് മാറും. ഇതൊന്നും അല്ല ഇവിടെ, ഇത് നഴ്സിംഗ് ആണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പരിപാടി ഇപ്പം നമ്മുടെ കോളേജിൽ പരിപാടി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിപാടിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ ഒരു പരിപാടിയുടെ സമയത്ത് മാക്സിമം എൻജോയ് ചെയ്യുക, പഠിക്കേണ്ട സമയത്ത് പഠിക്കാം. അന്ന് വെച്ച് പഠിക്കാൻ പാടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പം ചിലർ പറയും കുഴപ്പമില്ല എന്ന് പറയും, പക്ഷെ ചിലർ പറയും ഭയങ്കര ടഫാണ്. അത് ഓരോരുത്തരുടെ പഠിപ്പീര് എങ്ങനെയുണ്ട്. പഠിപ്പീരെന്ന് പറയുമ്പം എനിക്ക് കറക്റ്റായിട്ട് അതിനൊരു ഉത്തരം പറയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് നല്ല പഠിപ്പീരായിട്ടൊക്കെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നഴ്സിംഗ് ആണ് പഠിക്കാൻ വന്നത്, ഞാൻ എല്ലാ വീഡിയോയിലും പറയും, ആർട്സ് കോളേജ് പ്രതീക്ഷിച്ച് ഒരിക്കലും നിങ്ങൾ നഴ്സിംഗ് കോളേജിൽ വരരുത്. പല രീതിക്കുള്ള സ്ട്രെസ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഫസ്റ്റ് ഇയർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെ. കാരണം എനിക്ക് ഫസ്റ്റ് ഇയർ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. പിന്നെ അങ്ങോട്ട് 4th ഇയർ ആയപ്പോഴത്തേക്കും അതൊക്കെ അങ്ങോട്ട് നോർമലായി, ലൈക്ക് ന്യൂട്രലായി. ഇതൊന്നും അത്രയ്ക്ക് വലിയ പ്രശ്നമല്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾ ആരും ഒരു ആർട്സ് കോളേജ് പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും നഴ്സിംഗ് കോളേജിലേക്ക് വരും. ഇതൊക്കെയായിരുന്നു നിങ്ങൾ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ. ഞാൻ മാക്സിമം കവർ ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, ഞാൻ റിപ്ലൈ തരാം. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് അടിച്ച് വയ്ക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും